ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരൊറ്റ എക്സൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. എന്താണ് എക്സൽ ഷോർട്ട് കട്ട് എന്ന് നോക്കാം. ഈ ഡേറ്റ ഒന്ന് ശ്രദ്ധിക്കുക. ദിവസവും നൂറുകണക്കിന് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ 2 മാസത്തെ സെയിൽസ് ഡേറ്റയാണ് ഈ കാണുന്നത്. ഏതാണ്ട് 18,000-ലധികം റെക്കോർഡ്സ് ഉണ്ട് ഇവിടെ. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ ബിൽ നമ്പർ, രണ്ടാമത്തെ കോളത്തിൽ പർച്ചേസ് നടന്ന തീയതി, മൂന്നാമത്തെ കോളത്തിൽ കസ്റ്റമർ ഐ ഡി, നാലാമത്തെ കോളത്തിൽ കസ്റ്റമറിൻ്റെ പേര്, അതിനടുത്ത കോളത്തിൽ മോഡ് ഓഫ് പേയ്മെൻറ്റ്, അതായത് ക്യാഷ് ഉപയോഗിച്ചാണോ കൂപ്പൺ ഉപയോഗിച്ചാണോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ പേയ്മെൻറ്റ് നടത്തിയെന്നുള്ള ഡീറ്റെയിൽസ്, അതിനടുത്ത കോളത്തിൽ അതായത് അവസാനത്തെ കോളത്തിൽ പർച്ചേസ് എമൗണ്ട്. ഇനി ഈ ഡേറ്റയിൽ നിന്ന് ആവറേജ് പർച്ചേസ് എമൗണ്ട് നമുക്ക് കണ്ടെത്തണം. അതായത് ഓരോ കസ്റ്റമറും ശരാശരി എത്ര രൂപയുടെ പർച്ചേസ് നടത്തിയെന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി ഈക്വൽ ആവറേജ് ഫംഗ്ഷൻ. ഇനി എമൗണ്ട് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യണം. നോക്കുക, ഈ രീതിയിലാണ് നമ്മൾ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 18,000-ലധികം സെല്ലുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞത് 90 സെക്കൻഡെങ്കിലും എടുക്കും. അതായത് 1.5 മിനിറ്റ് സമയം എടുക്കും. എന്നാൽ 2-3 സെക്കൻഡുകൾക്കുള്ളിൽ ഇത്രയും സെല്ലുകൾ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഷോർട്ട് കട്ട് നോക്കാം. വീണ്ടും ഈക്വൽ ആവറേജ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എമൗണ്ട് കൊടുത്തിട്ടുള്ള കോളത്തിലെ ആദ്യത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. ഇനി കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് എന്നീ 2 കീകൾ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡൗൺ ആരോ പ്രസ് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. നോക്കുക, ഈ കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നമുക്ക് ആവശ്യമുള്ള ആവറേജ് പർച്ചേസ് എമൗണ്ട് ആയി. എന്നാൽ ഈ ഷോർട്ട് കട്ട് പ്രയോജനപ്പെടാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് നോക്കുക. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട അതേ ഡേറ്റ തന്നെയാണിത്. ആകെ ഒരു വ്യത്യാസമുള്ളത് അവസാനത്തെ കോളത്തിൽ ചില എമൗണ്ട്സ് മിസ്സിംഗ് ആണ്. ഇവിടെ നമുക്ക് ആവറേജ് പർച്ചേസ് എമൗണ്ട് ആണ് കണ്ടെത്തേണ്ടത്. ഈക്വൽ ആവറേജ് ഫംഗ്ഷൻ. എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള കോളത്തിലെ ആദ്യത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. നോക്കുക, സെലക്ഷൻ ആദ്യത്തെ ബ്ലാങ്ക് സെല്ലിന് തൊട്ട് മുകളിലത്തെ സെല്ല് വരേക്ക് വന്നിട്ട് നിന്നു. വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. സെലക്ഷൻ ആദ്യത്തെ ബ്ലാങ്ക് സെല്ലിന് തൊട്ടടുത്ത സെല്ല് വരേക്ക് വന്നിട്ട് നിന്നു. വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. അതായത് നമ്മൾക്ക് സെലക്ട് ചെയ്യേണ്ടുന്ന കോളത്തിൽ ഒരുപാട് ബ്ലാങ്ക് സെല്ലുകൾ ഉണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ടുന്ന മറ്റൊരു ഷോർട്ട് കട്ട് നോക്കാം. വീണ്ടും ഈക്വൽ ആവറേജ് ഫംഗ്ഷൻ. എമൗണ്ട് കൊടുത്തിട്ടുള്ള കോളത്തിലെ ആദ്യത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് കീകൾ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻഡ് എന്ന കീ പ്രസ് ചെയ്യാം. കൺട്രോൾ ഷിഫ്റ്റ് എൻഡ്. നോക്കുക, നമുക്ക് ആവശ്യമുള്ള കോളം ഉൾപ്പെടെ 4 കോളങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടു. സെലക്ഷനിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കോളങ്ങൾ ഒഴിവാക്കാനായിട്ട് ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുന്നു. വീണ്ടും ഒരു തവണ കൂടി. നോക്കുക, നമുക്ക് ആവശ്യമുള്ള കോളം മാത്രമാണ് ഇപ്പോൾ സെലക്ഷനിലുള്ളത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ആവറേജ് പർച്ചേസ് എമൗണ്ട് കിട്ടി. അതേസമയം ഡേറ്റ എക്സൽ ടേബിളാക്കി മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ള കോളങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെ നോക്കാം. ആദ്യത്തെ വർക്ക്ഷീറ്റിൽ കണ്ട അതേ ഡേറ്റ തന്നെയാണ് ഈ കാണുന്നത്. ഈ ഡേറ്റ എക്സൽ ടേബിളാക്കി മാറ്റാനായിട്ട് ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ട് ടാബിൽ പോവുക. ടേബിൾ, ക്രിയേറ്റ് ടേബിൾ. ഓക്കെ. നോക്കുക, ഡേറ്റ എക്സൽ ടേബിളായിട്ട് മാറി. ടേബിളിൻ്റെ പേര് ഇവിടെ കാണാം, ടേബിൾ 1. ആവശ്യമെങ്കിൽ ടേബിളിൻ്റെ പേര് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ടേബിളിന് ഞാൻ സെയിൽസ് ഡേറ്റ എന്ന പേര് കൊടുക്കുന്നു. എൻ്റർ. ഇനി ഈ ഡേറ്റയിൽ നിന്ന് ആവറേജ് പർച്ചേസ് എമൗണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഈക്വൽ ആവറേജ് ഫംഗ്ഷൻ. എമൗണ്ട് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യാനായിട്ട് ഈ കോളത്തിന് മുകളിലേക്ക് പോയിന്റർ കൊണ്ടുവരിക. നോക്കുക, പോയിന്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം. പോയിന്റ് ഒരു ബ്ലാക്ക് ആരോ ആയിട്ട് മാറി. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള കോളം സെലക്ട് ചെയ്യപ്പെട്ടു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ആവറേജ് പർച്ചേസ് എമൗണ്ട് ആയി. മറ്റൊരു മെത്തേഡ് ഈക്വൽ ആവറേജ് ഫംഗ്ഷൻ. ഈ ടേബിളിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം, സെയിൽസ് ഡേറ്റ. നോക്കുക, സെയിൽസ് ഡേറ്റ എന്ന പേര് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. സെയിൽസ് ഡേറ്റ എന്ന ടേബിളിലെ കോളം ഹെഡേഴ്സ് ആണ് ഈ കാണുന്നത്. എമൗണ്ട് എന്ന കോളം സെലക്ട് ചെയ്യാനായിട്ട് എമൗണ്ട്, ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്. നോക്കുക, എമൗണ്ട് എന്ന കോളം സെലക്ട് ചെയ്യപ്പെട്ടു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നമുക്ക് ആവശ്യമുള്ള ആവറേജ് പർച്ചേസ് എമൗണ്ട് കിട്ടി.
ഏതാണ്ട് 200-ലധികം കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട് എക്സലിൽ. അവയിൽ 2 മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എക്സൽ ഷോർട്ട് കട്ട്സിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. മറ്റൊരു എക്സൽ ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.